മുമ്പ് കഴിഞ്ഞ വി.എസ്. അച്യുതാനന്ദൻ മിനിസ്ട്രിയിലും ഉമ്മൻചാണ്ടി മിനിസ്ട്രിയുടെ അവസാന കാലത്തും ഉണ്ടായതുപോലെ മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തരം കൈകാര്യം ചെയ്യണമെന്ന് ഇത്തവണ ഉറപ്പില്ല അല്ലേ? കാരണം ഒരാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുമ്പോൾ മറ്റേയാളെയും കൂടി ഉൾപ്പെടുത്തുന്ന ഒരു കീ പൊസിഷൻ കാത്തുവെക്കേണ്ടി വരില്ലേ? അത് ഏറ്റവും പ്രധാനമാണ് സൈത്ത്. എന്നുവെച്ചാൽ ആഭ്യന്തരമന്ത്രി ആയിരുന്നു രമേശ് ചെന്നിത്തല. അപ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരത്തിൽ കുറഞ്ഞൊരു വകുപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ്. ഈ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ വി.ഡി. സതീശന് ധനവകുപ്പോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രധാന വകുപ്പ് കൊടുക്കണം. എന്തായാലും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനെയും സ്വാഭാവികമായും കോൺഗ്രസിന് ഇപ്പോൾ ഇനി കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആയാലും ഈ രണ്ടുപേരിൽ ഒരാൾ മുഖ്യമന്ത്രി ആയാലും കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആയാലും ഈ രണ്ടുപേർ കൂടെ ഉണ്ട്. അതല്ല ഇതിൽ രണ്ടുപേരിൽ ഒരാളായാലും ഇവർ രണ്ടുപേരും എന്തായാലും മന്ത്രിസ്ഥാനത്തോ മുഖ്യമന്ത്രി സ്ഥാനത്തോ ഉണ്ട്. അല്ലെങ്കിൽ ഒരാൾ മാറിക്കണം, ഞാൻ പിണങ്ങി മാറി നിൽക്കണം, ഞാൻ വിലപേശി അല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ അതിന് കൂടുതൽ സാധ്യതയുള്ളത് സതീശന്റെ ഭാഗത്ത് നിന്നാണ്. അത്ര ഒരു നിലപാടിനൊക്കെ സാധ്യതയുള്ളത്. മാറി നിന്നില്ല എങ്കിൽ സ്വാഭാവിക തീരുമാനമാണ് ഉണ്ടാകുന്നത്. സതീശൻ ഒരിക്കൽ മാറി നിന്നാണ്. മന്ത്രിസ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് അംഗീകരിച്ച് ഇട്ട ലിസ്റ്റിനകത്ത് സ്പീക്കർ സ്ഥാനത്തേക്ക് സതീശന്റെ പേരുണ്ടായിരുന്നത്. സതീശൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയും അവസാനം അത് ജി കാർത്തികേയനിലേക്ക് എത്തിച്ചേരുകയും ഒക്കെ ചെയ്ത കഥ 2011 കണ്ടാണ്. അന്നും സോണിയാഗാന്ധി അംഗീകരിച്ച പേരുണ്ടായിരുന്ന ഒരാളാണ് സതീശൻ. അന്ന് മന്ത്രിയാക്കിയില്ല എന്നതിന്റെ പേരിലാണ് സതീശൻ മാറിയുന്നത്. ഇത്തവണ അങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് തൽക്കാലം ഇപ്പോൾ പറയാനാവില്ല. മന്ത്രിമാരുടെ ബാക്കി സാധ്യതകളിലേക്ക് കൂടി നമുക്ക് പോയാൽ, കെ മുരളീധരൻ, പി.സി. വിശ്വനാഥ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ മന്ത്രിസഭയിൽ ഉറപ്പിക്കാവുന്ന 3 പേരുകാർ ഇവർ തന്നെ ഉണ്ടാവും അല്ലേ? സൈത്ത, ഇതിനും ഒരു പ്രധാനപ്പെട്ട തടസ്സമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 3 പേര് ഇത് 3 പേരും ഒരേ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. ഇത് തിരുവനന്തപുരം, ഇത് കൊല്ലം, ഇത് കോട്ടയം. 3 പേരും ഈ മധ്യ കേരളത്തിന് എറണാകുളത്തിന് ഇപ്പുറം നിൽക്കുന്ന 3 പേരാണ്. മറ്റൊന്ന് 2 പേരുള്ള ഒരാൾ രമേശ് ചെന്നിത്തലയും ഒന്ന് വി.ഡി. സതീശനുമാണ്. അങ്ങനെയാണെങ്കിൽ പോലും വി.ഡി. സതീശൻ പോലും പറവൂർ എറണാകുളം വരെയുള്ള പ്രാതിനിധ്യം മാത്രമേ അത് ഒന്ന് അങ്ങനെ ഒരു വിഷയം. അതിൽ ഈ 5 പേരെ 5 നായർ വിഭാഗത്തിൽ നിന്ന് 5 പേരെ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആർക്കും ചെറിയ വകുപ്പ് കൊടുക്കാൻ കഴിയുന്ന ആളല്ല. തിരുവഞ്ചൂരും നേരത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിരുന്നു. വേണമെങ്കിൽ പി.സി. വിശ്വനാഥ് മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു ജൂനിയർ എന്ന് പറയാവുന്നത്. കെ മുരളീധരൻ KPCC അധ്യക്ഷനായിരുന്നു. ഒരിക്കൽ മന്ത്രിയായി നിന്ന് മന്ത്രി തുടരാൻ കഴിഞ്ഞില്ല. ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആളാണ്. ഉപതെരഞ്ഞെടുപ്പല്ല, മന്ത്രിയാവാനുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആളാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ 5 പേർ കൂടെ മന്ത്രിസ്ഥാനം കൊടുക്കാൻ കഴിയില്ല. ഇതിനകത്ത് ആരെയെങ്കിലും 1-2 പേരെ, ഇനി കെ.സി. കൂടി വന്നു കഴിഞ്ഞാൽ ഇതിൽ 2 പേരെ ഒഴിവാക്കേണ്ടി. അതായത് കെ.സി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ രമേശ് ചെന്നിത്തല ഒപ്പം വി.ഡി. സതീശൻ പുറമെ ഈ 3 പേരുകാർ, അപ്പൊ 5 പേര് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അല്ല, 6 പേരെ. കെ.സി., രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ, കെ മുരളീധരൻ, പി.സി. വിശ്വനാഥ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള 11 ഒഴിവിലേക്ക് 6 പേരെ ഫില്ല് കഴിയില്ല. അപ്പൊ ഒരു വിഭാഗത്തിൽ 6 പേര്. അപ്പോൾ അങ്ങനെ വിടുമെങ്കിൽ ഇതിൽ 2 പേർ വിട്ടിപ്പോകും. നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് വന്നാൽ 100% ഉറപ്പായി മന്ത്രിയാവും എന്നുള്ള ഒരാളാണ് A.P. അനിൽകുമാർ. കാരണം A.P. അനിൽകുമാർ കെ.സിയുടെ വിശ്വസ്തൻ എന്ന് മാത്രമല്ല ഏത് തരത്തിലും പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. 2 തവണ മന്ത്രിയായിട്ടുള്ളതാണ്. ഉമ്മൻചാണ്ടി ആന്റണി മാറി ഉമ്മൻചാണ്ടി ആകുമ്പോഴും കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൽ പൂർണ്ണമായി ഇപ്പോൾ കെ.സിയുടെ ഏറ്റവും വിശ്വസനായ ആൾ കൂടിയാണ്. എന്തായാലും അനിൽകുമാറെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധ്യതയില്ല. അനിൽകുമാർ വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ രമ്യ ഹരിദാസോ വി.പി. സജീന്ദ്രനോ I.C. ബാലകൃഷ്ണൻ അടക്കമുള്ള പേരുകളൊന്നും പരിഗണിക്കപ്പെടാൻ സ്വാഭാവികമായും സാധ്യത കുറവാണ്. ഇനി ശക്തന്റെ സാധ്യതയിലേക്ക് പോകുമ്പോൾ നാടാർ വിഭാഗം എന്ന പരിഗണനയാണ് കൊടുക്കേണ്ടി വരിക. ശക്തന് നാടാർ വിഭാഗം എന്ന പരിഗണന മാത്രമല്ല, ശക്തൻ മുമ്പ് സ്പീക്കറായിരുന്നു. പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരത്ത് അന്ന് കൊടുത്തത് തിരുവനന്തപുരത്ത് വാമനപുരം പോലുള്ള മണ്ഡലങ്ങൾ, ഇവിടുത്തെ തിരുവനന്തപുരത്ത് 3-4 മണ്ഡലങ്ങളിൽ നാടാർ വോട്ടുകൾ പ്രധാനമാണ്. അവിടെയൊക്കെ വിജയിക്കാൻ കഴിഞ്ഞത് നെയ്യാറ്റിൻകരയും കോവളവും കാട്ടാക്കടയും ഒക്കെ നെയ്യാറ്റിൻകര, കോവളം, കാട്ടാക്കട ഇതെല്ലാം വിജയിക്കാൻ കഴിഞ്ഞതിൽ നാടാർ വോട്ടിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. സീനിയർ നേതാവാണ്, പരിഗണിക്കപ്പെടാം. അല്ലെങ്കിൽ ചിലപ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്കും പരിഗണിക്കപ്പെടാം. ഇതിപ്പോ എല്ലാവരെയും കൂടി പരിഗണിച്ച് പരിഗണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പേരുകൾ. പക്ഷേ ഈ A.P. അനിൽകുമാറിന്റെ പേര് വെട്ടിപ്പോകില്ല എന്ന് ഉറപ്പിക്കാം. എന്ന് മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട ഏറെക്കുറെ പ്രാധാന്യമുള്ള ഒരു വകുപ്പും അനിൽകുമാറിന്റെ കാത്തിരിപ്പുണ്ടാവും അല്ലെ? ടൂറിസം വകുപ്പൊക്കെ കൈകാര്യം ചെയ്ത ആളാണ്. ഏറ്റവും സീനിയറായ മന്ത്രിമാരിൽ 2 തവണ മന്ത്രിയായ ആളാണ്. 3-ാം തവണയാണ് അങ്ങനെയാണെങ്കിൽ മന്ത്രിയാവുന്നത്. സ്വാഭാവികമായും അങ്ങനെ ഒരു സാധ്യതയുണ്ട്. മറ്റെല്ലാവരും പുതുമുഖങ്ങളാണ് അല്ലെ? ആ പുതുമുഖ സാധ്യതയിൽ ഏറ്റവും പ്രാധാന്യം ലിജുവിന് നൽകിയാൽ ലിജുവും ബിന്ദുകൃഷ്ണയ്ക്ക് വനിതാ പ്രാതിനിധ്യം കിട്ടും അല്ലേ? ഇതിനും ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. സാധാരണഗതിയിൽ നേരത്തെയൊക്കെ നൽകിക്കൊണ്ടിരുന്നത് കോൺഗ്രസിന്റെ ഒരു ഇക്വേഷൻ വെച്ചാണെങ്കിൽ ഇവിടെ എല്ലാ സ്ഥലവും പ്രാദേശിക പരിഗണന പ്ലസ് നമ്മൾ നേരത്തെ നായർ വിഭാഗത്തിൽ നിന്ന് ആളുകളെ കണ്ടപ്പോൾ ഇതെല്ലാം തിരുവനന്തപുരം കൊച്ചിക്ക് ഇപ്പുറത്തോട്ടേ ഉള്ളൂ. അവിടുന്ന് അങ്ങോട്ടുള്ള പരിഗണനയിൽ യഥാർത്ഥത്തിൽ കാര്യമായ ആളുകൾ വന്നിട്ടില്ല. ഈഴവ വിഭാഗത്തിൽ നിന്ന് പരിഗണിക്കാനാണെങ്കിൽ M. ലിജു, ബിന്ദു കൃഷ്ണ ഈ 2 പേർക്കാണ് ഏറെക്കുറെ
മന്ത്രിസ്ഥാനം ഉറപ്പ് എന്ന് പറയാൻ കഴിയുന്നത്. അല്ല, ഈ ബിന്ദു കൃഷ്ണയ്ക്ക് വനിതാ പ്രാതിനിധ്യം എന്ന പരിഗണനയിൽ പെടാൻ സാധ്യതയുണ്ടോ, അതല്ല ഈഴവ പ്രാതിനിധ്യം എന്ന പരിഗണന? രണ്ടും കോൺഗ്രസ് പെടുത്തുമ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ പെടുന്നത്. ഇപ്പോൾ ഈഴവ പ്രാതിനിധ്യം അല്ലെങ്കിൽ വനിതാ പ്രാതിനിധ്യം കൂടി കിട്ടുകയാണെങ്കിൽ ഈ രണ്ട് പേര് സുമേഷ് അച്യുതനും കെ ജയന്തിനെ നമുക്ക് പറയേണ്ടി വരുന്ന സാഹചര്യം ഈ രണ്ടുപേരും 3 പേർക്കെങ്കിലും കുറഞ്ഞത് കൊടുക്കേണ്ടി വരും. കാരണം കേരളത്തിലെ ഒരു ഹിന്ദു വിഭാഗത്തിൽ നായർ വിഭാഗത്തിൽ നിന്ന് 5 പേരോ 6 പേരോ മുഖ്യമന്ത്രി അടക്കം 4 പേരോ അല്ലെങ്കിൽ 5 പേര് ഇടം വരുന്നു, അല്ലെങ്കിൽ 4 പേര് വരുന്നു കിടക്കാം. അങ്ങനെ കണക്കാക്കിയാൽ തന്നെ ഈഴവ വിഭാഗത്തിന് 2ഓ 3ഓ സീറ്റ്, കഴിഞ്ഞ തവണയും അങ്ങനെ സീറ്റ് കൊടുത്ത സമയത്ത് കെ ബാബു, അടൂർ പ്രകാശ്, അച്യുതൻ, ഇങ്ങനെ 3 പേരാണ് തീരുമാനിച്ചത്. അപ്പോൾ അച്യുതൻ ഒരു കാരണവശാലും മന്ത്രിസ്ഥാനം ഏറ്റെടുക്കില്ല എന്ന് നിലപാട് സ്വീകരിക്കുകയും അവസാനം അച്യുതന്റെ പേര് ഒഴിവാക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷമാണ് OBC വിഭാഗം എന്ന ഒരു വിശാല കാഴ്ചപ്പാടിലേക്ക് ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ബാലകൃഷ്ണൻ മന്ത്രിയായി സ്ഥാനത്തേക്ക് വരുന്നത്. അങ്ങനെ OBC വിഭാഗത്തിന് 3 എന്നുള്ള ഒരു കണക്കായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ ലിജു ആലപ്പുഴയാണ്, ബിന്ദുകൃഷ്ണ കൊല്ലമാണ്, അത് കഴിഞ്ഞാൽ മലബാറിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധി സുമേഷ് അച്യുതനാണ്. പക്ഷേ ഇവരുടെ എല്ലാം പ്രത്യേകത ഈ 4 പേരും ഫസ്റ്റ് ടേമിൽ ജയിക്കുന്നവരാണ്. ഇവർ 2 പേരും സീനിയർ നേതാക്കളാണ്. മറ്റേ സുമേഷ് ചിറ്റൂരിൽ നിന്നും കോഴിക്കോട് നിന്ന് ജയന്തുവാണുള്ളത്. സുമേഷിനുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് സുമേഷിന്റെ അച്ഛൻ അച്യുതൻ മന്ത്രിയായി തീരുമാനിച്ചതാണ് 2011 അംഗീകാരം കൊടുത്തിട്ട് മന്ത്രിസ്ഥാനം ഞാൻ ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിപ്പോയ ഒരാളാണ്. പിന്നെ അവിടെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അധികാരത്തിൽ നിന്നുകൊണ്ട് മത്സരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് സ്വാഭാവികമായും സുമേഷിന് ഇനി KC വേണുഗോപാലിന്റെ അടക്കം പ്രധാനപ്പെട്ട നേതാക്കളിലൊക്കെ പിന്തുണ മലബാറിൽ നിന്ന് എന്തായാലും ഒരു ഈഴവ വിഭാഗത്തിൽ നിന്ന് ഒരാൾ വരണം. അവിടെ സാധ്യത കാണുന്നത് ഞാനൊരു സംശയം, ഒപ്പം ജയന്ത് കൂടി കഴിഞ്ഞാൽ ജയന്ത് കൂടെ പിന്നീട് ഉള്ളത് അവിടെ നിന്നുള്ളത് കോഴിക്കോട് നിന്ന് ജയന്താണുള്ളത്. ജയന്ത് കെ സുധാകരനുമായി അടുത്ത് നിന്ന ഒരു നേതാവാണ്. അതുവഴി ഉണ്ടായിരുന്ന പ്ലസും മൈനസും ഒക്കെ ജയന്തിനുണ്ട്. ഈ പിന്നെ KPC ജനറൽ സെക്രട്ടറിയാണ്. ആ തരത്തിൽ പദവിയിൽ ജയന്തിന് ആ സ്ഥാനമുണ്ട്. അതുകൊണ്ട് ഈ 2 പേരിൽ ഒരാൾ വരാൻ, മലബാറിൽ നിന്ന് ഒരാൾ വരണം. മലബാറിൽ നിന്ന് വരുന്നതിന് 2 പേരുകളാണ്. മറ്റുള്ളതും പിന്നെ വിദ്യാ ബാലകൃഷ്ണൻ ഒക്കെയാണ് ഉള്ളത്. ഇത് പറയുമ്പോഴും നമുക്ക് ഞാൻ ചോദിക്കട്ടെ, മന്ത്രിസഭയിൽ അംഗമായ ഒരാളെ ഉൾപ്പെടുത്തണമെങ്കിൽ സാമുദായികേഷൻ പലതുണ്ടെങ്കിൽ കൂടിയും ആളുടെ പ്രസന്റബിൾ ആണോ എന്നൊരു വിഷയമുള്ളൂ. പൊതുസമൂഹത്തിൽ ഒരു മന്ത്രിസഭാംഗമായി UDFന്റെ പുതിയ മിനിസ്ട്രിയിൽ, തിരിച്ചുവരവിൻ്റെ ഭാഗമുള്ള മിനിസ്ട്രി ഉൾപ്പെടുത്തേണ്ട വ്യക്തിക്ക് ഉണ്ടാവേണ്ടതായ ഒരു പൊതു സ്വീകാര്യത ഉണ്ടല്ലോ. ആ പൊതു സ്വീകാര്യതയിൽ ലിജു ആയിരിക്കില്ല ഒരു പക്ഷേ കൂടുതൽ മാർക്ക് നേടാൻ സാധ്യതയുള്ളതാണ്. അതെ, ഒന്നാമത്തെ ലിജു മന്ത്രിസ്ഥാനത്തേക്ക് എത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. ലിജു ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ലിജു മന്ത്രിയാവുന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ലാതെ ലിജു മന്ത്രിയാവും. അതിൽ നമ്പർ 1, അതിനകത്ത് ഉറപ്പിന്റെ ടിക്കറ്റാവുന്ന മാർക്ക് തന്നെയാണ്. ബിന്ദു കൃഷ്ണയ്ക്കും ഏറെക്കുറെ മന്ത്രിസ്ഥാനം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് ബിന്ദു കൃഷ്ണ. ശരി, അടുത്തത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.